JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ മിഥുനമാസ ഫലത്തിലെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു. വിമാനാപകടത്തിൽ മരിച്ചവരെല്ലാം ഈ നക്ഷത്രക്കാരാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കമൻറ്റാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയം നല്ലതല്ലെന്നും പല മാറ്റങ്ങളും സംഭവിക്കുന്ന കാര്യമാണെന്നും അതുപോലെ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ പൊതുവെ മാറ്റത്തിൻ്റെ ഒരു മാസമായിട്ട് തന്നെയാണെന്ന് 6 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുന്ന വീഡിയോകൾ ചെയ്തപ്പോൾ തന്നെ പലതിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ അപകടത്തിൽ പല വിധത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കും. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, കപ്പൽ ദുരന്തം, അതുപോലെ വിമാന ദുരന്തം, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മളിങ്ങനെ നിത്യേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ഭീതിയും ഭയവും പലർക്കും തോന്നാം. കപ്പൽ ദുരന്തം ഉണ്ടായപ്പോൾ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും തീരദേശവാസികൾക്കും മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവരും ഒക്കെ ആശങ്കയിലായി. അവർക്ക് ഒരുപാട് വിഷമതകളൊക്കെ ഉണ്ടായി. കാരണം അവരുടെ ജീവിത മാർഗം തന്നെയാണല്ലോ കടൽ. മത്സ്യവ്യാപാരം തന്നെ പ്രതിസന്ധിയിലാകുമോ എന്ന് വരെ ചിന്തിക്കേണ്ട സമയങ്ങൾ വന്നു. ഒരു കപ്പൽ കടലിൽ മുങ്ങിത്താഴ്ന്നപ്പോൾ അതിലുണ്ടായിരുന്ന പല സാധനങ്ങളും വെള്ളത്തിൽ ഒഴുകി കടലിലൂടെ ഒഴുകി കരയിലെത്തി. അതിൻ്റെ പേരിലും അവർക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു. കാരണം ഈ കടലിൽ അവരുടെ യാത്ര തടസ്സമായി നിന്ന കണ്ടെയ്നറുകളെയും മറ്റും എല്ലാവരും കൂടെ കൂടി, മുക്കുവരെല്ലാവരും കൂടെ കൂടി കരയിലടുപ്പിക്കുകയും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലതരത്തിൽ. പിന്നീട് അടുത്ത കപ്പൽ കത്തി എരിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതിലുണ്ടായിരുന്ന അപകടമുണ്ടാക്കുന്ന വസ്തുക്കൾ, അതായത് അഗ്നിക്കിരയാകുന്ന വസ്തുക്കൾ ഉണ്ടായതുകൊണ്ടാണല്ലോ കപ്പൽ നന്നായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു, പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വസ്തുക്കൾ വന്ന ഒരു കപ്പലായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും, അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു, വിഷവസ്തുക്കളുണ്ടോ മറ്റും, അത് എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, അത് വെള്ളത്തിൽ കടന്നാൽ അല്ലെങ്കിൽ അത് കരയിലേക്ക് വന്നാൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവും. അങ്ങനെ പലവിധ ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തം. ആ വിമാനത്തിൽ 242 പേര് സഞ്ചരിച്ചെന്നും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം വിമാനത്തിൽ വന്നവരും മരിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളും അതുപോലെ ആ പരിസരത്തുള്ളവരും ഡോക്ടർമാരും എല്ലാവരും, അങ്ങനെ എത്രയോ പേര്, നിരവധി പേർക്ക് മരണമുണ്ടായി. പറഞ്ഞു കേൾക്കുന്ന ഏതാണ്ട് ഒരു 300ഓളം പേരെങ്കിലും മരിച്ചു കാണും എന്നൊക്കെയാണ്, കൃത്യമായി അറിയില്ല. എങ്കിലും ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതായത് സമയം ശരിയാകുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ കാര്യം മാത്രമല്ല, പൊതുവേ ലോകത്തെ സമയം വളരെയേറെ ദുരന്തങ്ങളുടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെയും തീവയ്പ്പിൻ്റെയും അങ്ങനെ യുദ്ധത്തിൻ്റെയും ഒക്കെ ഒരു ധ്വനി നമുക്ക് കാണാൻ സാധിക്കും. 2025 ജൂൺ 12 വിമാന ദുരന്തം വ്യാഴാഴ്ച ദിവസമാണല്ലോ ഉണ്ടായത്. ഇത്തരം ദുരന്തങ്ങളെയും വരാനിരിക്കുന്ന കാര്യങ്ങളെയും ഒക്കെ അസ്ട്രോളജിയിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഹു കേതുക്കളുടെ ഇടയിലാണ് മറ്റ് സപ്തഗ്രഹങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത്. അപ്പം അതിനെ കാളസർപ്പയോഗം എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയും. അപ്പം ഇങ്ങനെ ഒരു യോഗം ഇല്ലെന്നും അത് വെറുതെയാണെന്നും അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ലെന്നും ഒക്കെ വാദിക്കുന്നവരും അഭിപ്രായം പറയുന്നവരുമൊക്കെ ജ്യോതിഷ രംഗത്തുണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടു കാണുകയും ചെയ്യും. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഈ നക്ഷത്ര പൊരുത്തവുമായിട്ട് ബന്ധപ്പെട്ടും വിവാഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഗ്രഹങ്ങളുടെ സഞ്ചാരവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നക്ഷത്ര പൊരുത്തവും കല്യാണവും മാത്രമൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പ്രകൃതിയിലും
അതുപോലെ തന്നെ നമ്മുടെ ലോകത്തും ആ സംഭവിക്കുന്ന പല മാറ്റങ്ങളും ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ വളരെ മോശമായിരിക്കാം. അപ്പം കാളസർപ്പയോഗം എന്ന് പറയുന്ന യോഗം ഒരു നല്ല യോഗമല്ലാത്തത് കൊണ്ട് തന്നെ അശുഭകരമായ പല കാര്യങ്ങളും നമുക്ക് കാണാനും അനുഭവത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശനിയും ചൊവ്വായും നേർക്കുനേർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു രാശിയിൽ വരുമ്പോഴുള്ള അഗ്നിമാരുത യോഗം. അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ്, മാരുതൻ അല്ലെ മാരുതി എന്ന് പറയുന്നത് വായുവാണ്, കാറ്റാണ്. അപ്പം എവിടെയെങ്കിലും ഒന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ തീക്കനലിനെ കാറ്റിൻ്റെ ശക്തിയാൽ അതിനെ ആളിക്കത്തിച്ച് ഒരു വലിയ പ്രദേശത്തെ അഗ്നിക്കിരയാക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ കാട്ടുതീയായി മാറാൻ സാധിക്കും എന്നതാണ് ആ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നിസ്സാര കാര്യത്തെ വളരെ ഒരു വലിയ വിഷയമാക്കി, വലിയൊരു ആഭ്യന്തര കാര്യമാക്കി വേണമെങ്കിലും മാറ്റാൻ സാധിക്കും അത്തരത്തിലുള്ള യോഗം. ദുരന്തമായാലും അത് തന്നെ ഒരു ചെറിയ കാര്യമായിരിക്കാം, അത് പക്ഷേ അതൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന അഗ്നിമാരുത യോഗം കൊണ്ടൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് ചൊവ്വ അഗ്നിയെയും അതുപോലെ പൊട്ടിത്തെറിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അഗ്നി സംബന്ധമായ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ആവേശം, പൊട്ടിത്തെറി, കലഹം, യുദ്ധം, ഇതൊക്കെയാണല്ലോ ചൊവ്വയുടെ ഒരു പ്രത്യേകത. ചൊവ്വയോടൊപ്പം നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ്. കേതുവും എന്താണെന്ന് ചോദിച്ചാൽ അതും ഇത് തന്നെയാണ്. കലാപം, പൊട്ടിത്തെറി, അതുപോലെ തന്നെ യുദ്ധസമാനമായ കാര്യങ്ങളൊക്കെ അതും സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ രണ്ട് പേര് നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ചിങ്ങൻ രാശി എന്ന് പറയുന്നത് ആദിത്യൻ്റെ രാശിയാണ്. ആദിത്യൻ തന്നെ അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അഗ്നിരാശിയിൽ അഗ്നിയുടെ രണ്ട് ഗ്രഹങ്ങൾ, അഗ്നിയെ സൂചിപ്പിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. അപ്പം അത് തന്നെ പവർഫുള്ളാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമായാൽ പോലും അതൊരു വലിയ ദുരന്തമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഈ ചിങ്ങൻ രാശിയിലെ ചൊവ്വായും കേതുവും കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ 7ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. രാഹുവും ഈ പറഞ്ഞതുപോലെ വിഷസംബന്ധമായ ഘടകങ്ങൾ, ഭൂമിയിലോ ജലത്തിലോ അതുപോലെ തന്നെ എവിടെയും വിഷമുണ്ടാകാം, കെമിക്കൽ ഉണ്ടാകാം, രാസവസ്തുക്കൾ വരാം. ഇതെല്ലാം തന്നെ പൊട്ടിത്തെറിയും അതുപോലെ തീ കത്തുന്നതിന് സഹായകരമാകുന്നതും അതുപോലെ വായുവുമായിട്ട് ബന്ധം വരുമ്പോൾ അത് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഭൂമിയിലും ജലത്തിലും എല്ലാം തന്നെ അത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതുമായ ഘടകമായിട്ട് വരാം. അപ്പം ഇങ്ങനെ ചൊവ്വായും കേതുവും ചിങ്ങൻ രാശിയിൽ നിന്ന് 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചൊവ്വായ്ക്ക് 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും പൂർണ്ണ ദൃഷ്ടി വരും. ആ പൂർണ്ണ ദൃഷ്ടിയിൽ ഒരു ദൃഷ്ടി രാഹുവിന് ലഭിക്കും, മറ്റൊന്ന് ശനിക്ക് ലഭിക്കും. അങ്ങനെ ശനിയും ഈ പറയുന്ന ചൊവ്വായുമായിട്ട് ഒരു കണക്ഷൻ വരും. അതുപോലെ തന്നെ ചിങ്ങൻ രാശിയിൽ നിന്ന് ചൊവ്വ കന്യരാശിയിലേക്ക് മാറുമ്പോൾ ഡയറക്റ്റായിട്ട് ശനിയും ചൊവ്വായും തമ്മിൽ നേർക്കുനേർ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈ 2025 ജൂൺ 12 വ്യാഴാഴ്ച ഉണ്ടായ വിമാന ദുരന്തത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂല നക്ഷത്ര ദിവസമാണത്. ഇടവ മാസം 29-ാം തീയതി ഉച്ചയ്ക്കാണ്, ഏതാണ്ട് 1 മണി 1:30 കഴിഞ്ഞ് എന്നൊക്കെ പറയും, എന്തായാലും ഉച്ച സമയത്താണ് ചൊവ്വ ചിങ്ങൻ രാശിയിൽ മകൻ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ മകൻ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ കേതുവാണ്. അപ്പം ചൊവ്വായും കേതുവുമായിട്ടുള്ള ഡയറക്റ്റായിട്ട് വളരെ പവർഫുള്ളായിട്ട് രണ്ടുപേരും സൂര്യൻ്റെ രാശി നിൽക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ സഞ്ചരിക്കുന്നത് മകൻ നക്ഷത്രത്തിലാണ്. അതിൻ്റെ ദശാനാഥൻ എന്ന് പറയുന്ന കേതുവാണ്. ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അതായത് ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ നമുക്കിവിടെ സൂചിപ്പിക്കുമ്പോൾ അത് ഏത് ദുരന്തമുണ്ടായാലും അതൊരു വലിയ നഷ്ടത്തെ സൂചിപ്പിക്കാം. 2025 ജൂൺ 30 വരെ ചൊവ്വ മകർ നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കും. അതുവരെ നമ്മൾ നോക്കുമ്പോൾ അഗ്നിബാധ, കാട്ടുതീയ്, സ്ഫോടനം, പൊട്ടിത്തെറി, അതുപോലെ വൈദ്യുതി മൂലമുള്ള അപകടങ്ങൾ, പവർ സ്റ്റേഷനിലെ അപകടം. കാരണം ഈ
അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, അതുപോലെ തന്നെ അഗ്നി, കത്തുന്ന സാധനങ്ങൾ, കത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പം ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എല്ലാം അപകടം, പൊട്ടിത്തെറി, തീ കത്തൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, സ്ഫോടനം, ഇത്തരം കാര്യങ്ങളാണ്. അപ്പം ജൂലൈ 23 വരെ ചൊവ്വ പൂര നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 23 വരെ ജൂലൈ. അപ്പം ഇതിൻ്റെ ദശാനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. ഈ സമയം ശുക്രനുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും വരുന്നത് വെള്ളപ്പൊക്കം, പേമാരി, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ഇതുകൊണ്ടൊക്കെയുള്ള നാശനഷ്ടങ്ങൾ, അതുപോലെ ഉരുൾപൊട്ടൽ, പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും അഗ്നിമാരുത യോഗവും അതുപോലെ തന്നെ കാളസർപ്പയോഗവും ഒന്നിച്ചു വരുന്ന സമയം ഒരു തരത്തിലും നമ്മുടെ ലോകത്ത് സമാധാനം ഉണ്ടാക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കും എന്നതാണ്. ജൂലൈ 23 ശേഷം ചൊവ്വ ഉത്തര നക്ഷത്രത്തിലേക്കാണ് മാറുന്നത്. ഈ സമയം ചൊവ്വയും ശനിയും നേർക്ക് നേരെ വരും. കാരണം കന്നി മീനൻ രാശിയിലുമായിട്ട് 2 ഗ്രഹങ്ങൾ പരസ്പരം നേരെ നിൽക്കുന്ന അവസ്ഥ വരും. അപ്പം ഇതും സെപ്റ്റംബർ 13 വരെയാണ് ഈ അഗ്നിമാരുത യോഗം നിലനിൽക്കുന്നത്. അതായത് ആഗസ്റ്റ് 17 സൂര്യൻ കൂടി ചിങ്ങൻ രാശിയിലേക്ക് വരും. ആഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതി, അല്ലെങ്കിൽ ചിങ്ങമാസം ആരംഭിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കാന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ വരിക എന്നർത്ഥം. അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ സൂര്യനും കേതുവും ഈ 2 ഗ്രഹങ്ങൾ ചിങ്ങരാശി വരും. ഇതൊന്നും ശുഭകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രകൃതിക്ഷോഭവും, കൊടുങ്കാറ്റ്, ഇടിമിന്നലും, അഗ്നിബാധയും, അപകടങ്ങളും, മലയിടിച്ചിലും ഒക്കെ തന്നെ ഉണ്ടാകാം. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വരും. ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭീകരമായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അല്ലാതെ ഞാൻ പറഞ്ഞത് വലിയ കാര്യമാണ്, അത് സാധിച്ചതുകൊണ്ട് ചിലരൊക്കെ വീരവാദം പറയുന്ന പോലുള്ള അങ്ങനെയുള്ള വാദങ്ങളൊന്നുമില്ല. ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വ രാഹു കേതുക്കളുടെ ഇടയിൽ നിന്ന് പുറത്ത് കടക്കുന്നതും, കാരണം ഈ രാഹു കേതുക്കളുടെ ഇടയിൽ മറ്റു ഗ്രഹങ്ങളെല്ലാം കൂടി വരുമ്പോഴാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാളസർപ്പയോഗം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് ചൊവ്വ അതിൻ്റെ ഇടയിൽ നിന്ന് വെളിയിലേക്ക് ചാടുന്നത് ജൂലൈ 28. ഇങ്ങനെ ജൂലൈ 28 രാഹു കേതുക്കളുടെ മധ്യത്തിൽ നിന്ന് ചൊവ്വ മാറിയാലും ശനി ചൊവ്വ ബന്ധം അവിടെയും നിലനിൽക്കുന്നുണ്ട്. പിന്നെ എന്തെല്ലാം ദുരിതങ്ങളും ഉണ്ടായാലും ദൈവാധീനമുള്ളവർക്ക് അത്ഭുതകരമായി ദീർഘായുസ്സും ദൈവാധീനവും നല്ല സമയവുമാണെങ്കിൽ ആർക്കും ചിലപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെടാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരും. 242 പേര് സഞ്ചരിച്ച വിമാനത്തിൽ നിന്ന് അതിൻ്റെ ഡോറ് തുറന്ന് ഒരാൾ പുറത്ത് വീഴണമെന്ന് വരികയും അയാളുടെ ഭാഗ്യം എന്നേ പറയാൻ, വലിയ പരിക്കുകളൊന്നുമില്ലാതെ അത്രയും വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ ഈശ്വര ഭാഗ്യം തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ വ്യാഴത്തെ കൊണ്ട് സാധാരണ ചിന്തിക്കുന്ന ഈശ്വരാധീനം പോലെയുള്ള കാര്യങ്ങളെ ആണല്ലോ. പക്ഷെ ആ വ്യാഴം അതിചാരത്തിലാണ്. അതായത് സാധാരണയിൽ നിന്ന് അതിവേഗത്തിൽ സഞ്ചരിച്ച് അതുപോലെ തിരിഞ്ഞും മറിഞ്ഞും. ഇപ്പം മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം പെട്ടെന്ന് തന്നെ കർക്കിടകത്തിലേക്ക് വരുന്നു, കർക്കിടകത്തിൽ നിന്ന് വീണ്ടും മിഥുനത്തിലേക്ക് വരുന്നു, അങ്ങനെ ആ രാശി പൂർത്തിയാക്കുന്നു. അപ്പം അസ്വാഭാവികമായ ആ സ്പീഡിനെയാണ് ഈ അതിചാരം എന്നൊക്കെ പറയുന്നത്. അതും വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങൾ അതുപോലെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല. ഈ അതിചാരത്തിൽ വരുന്ന ഗ്രഹങ്ങൾക്കും ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വന്നത് യോഗങ്ങളുടെ കാര്യം സൂചിപ്പിച്ച, കാരണം ഈ സമയങ്ങൾ നമുക്ക് അത്ര നല്ല കാര്യമായിട്ട് ലോകത്തിനും രാജ്യത്തിനും ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്, ഏതു മതക്കാരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവരവർ വിശ്വസിക്കുന്ന ഭഗവാനെ, ദൈവത്തെ വിശ്വസിക്കുക, ആ വിചാരത്തോടു കൂടി മുന്നോട്ട് പോവുക, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.